3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമേരിക്കയിലുണ്ട്. ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമാക്കാനുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഡാലസ് വിമാനത്താവളത്തിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കരയുടെ റിപ്പോർട്ട്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് ലീഡറുമായ രാഹുൽ ഗാന്ധി 3 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലെത്തി. അമേരിക്കയിലെ ഡാലസ് വിമാനത്താവളത്തിൽ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ ഡോക്ടർ സാം പിട്രോഡയുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണമാണ് രാഹുൽ ഗാന്ധിക്ക് ഒരുക്കിയത്. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമായിട്ടും ഇന്ന് രാഹുൽ ഗാന്ധി സംസാരിക്കും. തുടർന്ന് വൈകിട്ട് നടക്കുന്ന അത്താഴ വിരുന്നിൽ വ്യവസായ പ്രമുഖരും സമൂഹത്തിലെ നേതാക്കന്മാരുമായിട്ടും ഉള്ള ചർച്ചകൾ ഉണ്ടാകും. ടെക്സസിൽ നിന്ന് നേരെ വാഷിംഗ്ടൺ DC-യിൽ എത്തുന്ന രാഹുൽ ഗാന്ധി അമേരിക്കയുടെ ഭരണസിരാ കേന്ദ്രമായ ക്യാപിറ്റൽ ഹില്ലിൽ വിവിധ രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്ന് സാം പിട്രോഡോ പറഞ്ഞു. ഇത് ഒരു ഔദ്യോഗിക സന്ദർശനമല്ലാത്തതിനാൽ വ്യക്തിപരമായ നിലയിലുള്ള ചർച്ചകളായിരിക്കും ഇതൊക്കെയെന്ന് സാം പിട്രോഡോ അറിയിച്ചു. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകണമെന്നും അത് ദൃഢമാക്കാനുള്ള ശ്രമങ്ങൾ തന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചു. വാഷിംഗ്ടണിൽ നാഷണൽ പ്രസ് ക്ലബിൽ മാധ്യമ പ്രവർത്തകരുമായിട്ടും രാഹുൽ ഗാന്ധി മടങ്ങും മുമ്പ് സംസാരിക്കും. മധു കൊട്ടാരക്കര, 24.